രണ്ടാം സീറ്റായി രാമനാഥപുരത്തെ മോദി പരിഗണിക്കുമ്പോൾ ബി.ജെ.പി. ലക്ഷ്യമിടുന്നത് ദക്ഷിണേന്ത്യയെ ആകെയാണ്. രാമേശ്വരം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ബി.ജെ.പി. കണ്ണുവെക്കുന്നത് പ്രത്യേക ലക്ഷ്യങ്ങളോടെയാണ്. മണ്ഡല പരിചയത്തിൽ ഇന്ന് കാണാം രാമേശ്വരവും ധനുഷ്കോടിയും പാമ്പൻപാലവും ഉൾപ്പെടുന്ന രാമനാഥപുരത്തെ. കാശി കഴിഞ്ഞാൽ രാമേശ്വരമാണ്. ഹിന്ദു വിശ്വാസപ്രകാരം രാമൻ സീതയെ വീണ്ടെടുക്കാൻ ലങ്കയിലേക്ക് പോയ രാമസേതുവിലേക്ക് തുറക്കുന്ന മുനമ്പ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ അത്ഭുതമായ പാമ്പൻപാലം. രാമക്ഷേത്രം ഉത്തരേന്ത്യയുടെ അതേ തോതിൽ ദക്ഷിണേന്ത്യയിൽ പ്രചാരണായുധമാക്കാൻ ശ്രമിക്കുന്ന ബി.ജെ.പി. തുടക്കത്തിലെ കണ്ണുവെച്ചിരിക്കുന്നു രാമേശ്വരത്ത്. പ്രാണപ്രതിഷ്ഠയ്ക്കായി അയോധ്യയിലേക്ക് പോകുന്നതിന് മുൻപ് മോദി വന്നത് രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിച്ച ചെങ്കോൾ തമിഴ്നാട്ടിലെ തിരുവാതുറൈ അധീനത്തിലേതും. എല്ലാം കൂട്ടിവായിക്കുമ്പോൾ ബി.ജെ.പിയുടെ തമിഴ്നാട് പദ്ധതി വ്യക്തം. കാശി എന്ന വാരണസിയിൽ മത്സരിക്കുന്ന മോദി രാമേശ്വരം അടങ്ങുന്ന രാമനാഥപുരത്തേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിലൂടെ ദക്ഷിണേന്ത്യയാണ് ലക്ഷ്യം. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കാര്യമായി സ്വാധീനമുള്ള മണ്ഡലത്തിലെ നിലവിലെ MP മുസ്ലിം ലീഗിലെ നവാസ് ഖനിയാണ്. DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ഇക്കുറിയും ലീഗിന് നൽകിയ രാമനാഥപുരത്ത് വീണ്ടും സ്ഥാനാർത്ഥി നവാസ് ഖനി തന്നെ. കേരളത്തിന് പുറത്ത് ലീഗ് മത്സരിക്കുന്ന ഏക സീറ്റ് കൂടിയാണിത്. അവിടേക്കാണ് മോദി വന്നേക്കുമെന്നുള്ള സൂചനയുള്ളത്. 6 നിയമസഭാ മണ്ഡലങ്ങളാണ് രാമനാഥപുരത്തുള്ളത്. തിരുച്ചുള്ളി, പരംകുടി, തിരുവടനൈ, മുതുകുളത്തൂർ, അരൻതങ്കി, രാമനാഥപുരം. 6ഇടത്ത് DMKയും 2ഇടത്ത് കോൺഗ്രസും. മണ്ഡലം രൂപീകരിച്ച 1951 മുതൽ 3 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് കോൺഗ്രസ്. പിന്നീട് ദ്രാവിഡ പാർട്ടികൾ മണ്ഡലം പിടിച്ചെടുത്തു. 2004ലും 2009ലും DMKയും 2014ൽ അണ്ണാ DMKയും മണ്ഡലം നേടി. 1,27,000-ലധികം വോട്ടുകൾക്കാണ് നവാസ് ഖനി കഴിഞ്ഞ തവണ ജയിച്ചത്. 2ാം സ്ഥാനത്തെത്തിയത് ബി.ജെ.പിയും. മോദി വന്നാൽ 1964ൽ ധനുഷ്കോടിയെ മുക്കിയ കൊടുങ്കാറ്റ് പോലൊന്ന് രാഷ്ട്രീയത്തിൽ സംഭവിക്കുമോ എന്നതാണ് ചോദ്യം. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.